ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. അവലും പഴമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്ന റെസിപ്പി. അപ്പോൾ അതിനു വേണ്ടി ഞാൻ 1.5 കപ്പ് അളവിൽ അവലെടുത്തിട്ടുണ്ട്, 3 ചെറുപഴം എടുത്തിട്ടുണ്ട്. അതിന് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് പാലും കൂടി ഒഴിച്ചൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. പാലിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. തേങ്ങാപ്പാലായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഈ അവിലൊന്ന് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒന്ന് കുതിർത്തെടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് ഒരു 3 ചെറുപഴം തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. വണ്ണം കുറവുള്ള പഴമാണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ ചേർക്കാം. ഇത് അത്യാവശ്യം വണ്ണമുള്ള പഴമായതുകൊണ്ട് ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളൂ. ഇനി കുതിർത്തെടുത്ത അവിലും പഴം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. വളരെ ഫൈനായിട്ട് അരച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തരിതരിപ്പോട് കൂടി അരച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് വെന്ത് കിട്ടുമ്പോൾ. അപ്പോൾ ഇനി അരച്ചെടുക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു 4-5 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അരച്ചതിന് ശേഷം നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി, വേവിച്ചെടുക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പഴം അവലും കൂടി അരച്ചെടുത്തതാണിത്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാലാണ് നിങ്ങൾ ഉപയോഗിച്ചതെന്നുണ്ടെങ്കിൽ പാൽ തന്നെ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തത്. അപ്പോൾ തേങ്ങാപ്പാലായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമുള്ളത് ശർക്കരയാണ്. പഞ്ചസാര ചേർക്കരുത്, ശർക്കര തന്നെ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 3-4 കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ശർക്കരയിലേക്ക് നമ്മൾ അരച്ച് വെച്ച മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര തിളച്ച് വരണമെന്നൊന്നുമില്ല, അപ്പം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് കൈവെക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയമാകുന്നത് വരേക്കും ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഏകദേശം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്ന സമയത്ത് ലെവൽ ചെയ്യുമ്പോൾ നല്ല ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ അവിലിൻ്റെ മിക്സ് വെള്ളമൊക്കെ പോയി പാനിൽ നിന്ന് വിട്ട് വരുന്ന പരിവായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മളിത് ഏത് പാത്രത്തിലേക്കാണോ മാറ്റി കൊടുക്കുന്നത് ആ പാത്രത്തിലേക്ക് അല്പം നെയ്യോ ഓയിലോ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കുറുക്കി വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എയർ ബബിൾസ് ഒന്നും കുടുങ്ങാത്ത രീതിയിൽ ഷേപ്പാക്കി ലെവലാക്കി എടുക്കാം. ഇനി ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വൈറ്റും ബ്ലാക്കും മുകളിൽ ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ചൂടെല്ലാം പോയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുത്തിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിന്ന് അവിലും പഴമൊക്കെ വെച്ചിട്ട് ചെയ്ത പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ അവിലും പഴവും ശർക്കരയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.